ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ സൗമ്യ, മറിയം ട്രാവൽസ് ആൻഡ് ഹോളിഡേയ്സ്. ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഉംറ വിസ അപ്രൂവൽ കിട്ടുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്കും പല തരത്തിലുള്ള സംശയങ്ങളാണ് ഉംറ വിസയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിനുള്ളൊരു മറുപടി എനിക്ക് നിലവിൽ കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിയമങ്ങൾ എന്താണോ അത് വെച്ചിട്ടുള്ളൊരു മറുപടിയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. എന്തായാലും സംശയങ്ങൾ ചോദിക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പിന്നെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനൽ ഒരു കുഞ്ഞു ചാനലാണ്, മറിയം ട്രാവൽ വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. മെമ്പേഴ്സൊക്കെ വളരെ കുറവാണ്. പല വീഡിയോസും നല്ല രീതിയിൽ നല്ല വ്യൂസ് പല വീഡിയോസിന് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പല തിരക്കുകൾക്കിടയിൽ ആൾക്കാർ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി പോകുന്നുണ്ട്. ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്താണെന്നുള്ളൊരു കമൻറ്റ്, നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിയും. തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. എന്നാൽ മാത്രമേ നമുക്കും അതിലുള്ള മിസ്റ്റേക്സ് അല്ലെങ്കിൽ എന്താണെന്നുള്ളതൊക്കെ നോക്കി മുന്നിലോട്ട് പോകാൻ കഴിയുള്ളൂ. ഒന്നുമല്ലെങ്കിൽ ഇത്രയും എഫർട്ടൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്നില്ലേ. എൻ്റെ ഫീൽഡ് ട്രാവൽ ആൻഡ് ടൂറിസമാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഓരോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് മാക്സിമം ആ ഒരു ടൈമിൽ തന്നെ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നതും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇൻഷാ അല്ലാഹ് മുന്നിലോട്ടും അങ്ങനെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്രദമാകുന്നുണ്ട്, അതായത് ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് തരിക. ഒരു ഇമോജി ആയിട്ടാണെങ്കിലും കമൻ്റ് ഒന്ന് രേഖപ്പെടുത്തണേ കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് പിന്നെ ചാനലിൽ സബ്സ്ക്രിപ്ഷനൊക്കെ വളരെ കുറവാണ്. പക്ഷേ വ്യൂസ് നോക്കുമ്പോൾ ചില വീഡിയോസൊക്കെ വ്യൂസ് കിട്ടുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിനൊരു ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വേണം, കൂടുതൽ വ്യൂസ് വേണം. നിങ്ങളുടെ നല്ല ഒരു പൂർണ്ണമായൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലിന് മുന്നോട്ട് നല്ല രീതിക്ക് പോകാൻ പറ്റും. മാത്രമല്ല നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എനിക്ക് ഓരോ വീഡിയോ ചെയ്യുന്നതിനും, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു എനർജി, ഒന്ന് ഇൻസ്പയർ ആകും. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണല്ലോ നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പ്ലീസ്, ഒരു ചിലവില്ലാത്ത കാര്യമില്ലേ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക. നിങ്ങൾക്കൊരു ചിലവും വരാത്തൊരു കാര്യമില്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും പല പല തിരക്കുകളുള്ളവരാണ്. അപ്പോൾ ഈ തിരക്കുകൾക്കിടയിൽ മറന്നു പോകുന്നതാണെന്ന് എനിക്കറിയാം. എല്ലാവരും നിലവിലും നല്ല കമൻറ്റ് എനിക്ക് വാട്സപ്പിൽ വന്ന് ഇൻഡിവിജ്വലി പറയുന്നുണ്ട്. പ്ലീസ് ദയവായിട്ട്, ഞാൻ വളരെ സന്തോഷം അറിയിക്കുന്നതിൽ. അപ്പോൾ അത് നിങ്ങളങ്ങ് യൂട്യൂബിൽ തന്നെ ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിന് അതൊരു സപ്പോർട്ടാണ്, നല്ല വലിയൊരു സപ്പോർട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണേ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള കൂടുതൽ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും മേലെ ഉണ്ടാകും വരും ദിവസങ്ങളിൽ എന്ന് ഞാൻ പോസിറ്റീവായിട്ട് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ കാര്യത്തിലേക്ക് പറയട്ടെ. അതായത് ഉംറ വിസയിൽ നമുക്ക് പോകുമ്പോൾ അവിടെ 3 മാസം സ്റ്റേ ചെയ്യാൻ പറ്റുമോ, അതോ ഉംറ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരണോ, ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള ഡൗട്ടാണ്. അപ്പം നിലവിൽ വെച്ചിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇനി വരും ദിവസങ്ങളിൽ മാറ്റങ്ങൾ വരുമോ എന്നുള്ള ഒന്നും അറിയത്തില്ല. നിലവിൽ ഉംറ വിസയിൽ നമുക്ക് 3 മാസം അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. സൗദിയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഉംറ മാത്രം ചെയ്ത്, അതായത് ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വീണ്ടും അവിടെ നിന്ന് റിട്ടേൺ വരണം അങ്ങനെയില്ല. സൗദിയിൽ ഏത് എയർപോർട്ടിലുണ്ടെങ്കിലും നിങ്ങൾക്ക് അറൈവ് ആകാം. അവിടെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം, സ്റ്റേ ചെയ്യാം, പഴയതുപോലെ തന്നെയാണ്. പക്ഷേ ഉംറ വിസ അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ചില മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ആളുകൾക്കുള്ളതിനെക്കാട്ടിലും എക്സ്ട്രാ കുറച്ച് ഡോക്യുമെൻറ്റ്സ് വേണം. അപ്പോൾ ആ എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സ് വേണ്ടി വരുമ്പോൾ എന്താകും, എക്സ്ട്രാ പേയ്മെൻറ്റ്, അവിടെ കുറച്ച് ചിലവുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഉംറ വിസയുടെ റേറ്റിൽ കുറച്ച് കൂടുതൽ, മുമ്പത്തെ അപേക്ഷിച്ചിട്ട് റേറ്റ് കൂടുതലാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ പ്രൊസീജിയറിൽ മാത്രം വ്യത്യാസം. ഉംറ വിസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം പഴയ കണക്ക് തന്നെയാണ് കേട്ടോ. 3 മാസം അവിടെ സ്റ്റേ ചെയ്യുക, അതിനുശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് എക്സിറ്റ് ആവണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പൂർണ്ണമായ നല്ലൊരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.